ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സമ്മർ സ്പെഷ്യൽ ഫ്രൂട്ട് സലാഡാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിവിടെ കാണുന്നത്. പീസായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ആപ്പിൾ 2 എണ്ണം, തണ്ണിമത്തൻ 1ൻ്റെ പകുതി, ബനാന 3 എണ്ണം, കിവി 1 എണ്ണം. ഇത്രയും ഫ്രൂട്ട്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കിഷ്ടമുള്ള ഫ്രൂട്ട്സ് എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം. പിന്നെ നട്ട്സ് അതും ചേർക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഇവിടെ കാഷ്നട്ട് 50 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഒരു 20-25 എണ്ണം എന്നുള്ള രീതിക്കും നമുക്ക് എടുക്കാം. ഡേറ്റ്സ് ഒരു 10 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഞാൻ ഒരു സ്ക്വയർ പീസസ് ആയിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതെല്ലാം ഒരു വലിയ ബൗളിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത ഫ്രൂട്ട്സിലേക്ക് നമുക്കൊരു 500 ml പാല് ചേർക്കാം. തേങ്ങാപ്പാൽ വേണമെങ്കിലും ചേർക്കാം. ഒന്നാം പാൽ നല്ലതുപോലെ പിഴിഞ്ഞെടുത്ത് 500 ml 1 ലിറ്റർ നമുക്ക് ചേർക്കാം. പിന്നെ ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക. ഞാൻ പിന്നെ അതിന് ശേഷം ഇതിലേക്ക് അമൂലിൻ്റെ സ്ട്രോബെറി ഐസ്ക്രീം കൂടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാനിലയുടെ ഐസ്ക്രീം വേണമെങ്കിലും ചേർക്കാം, അല്ലെങ്കിൽ ബട്ടർ സ്കോച്ച്, അങ്ങനെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റും. ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീം എടുക്കാതിരിക്കുമായിരിക്കും നല്ലത്. കാരണം ചോക്ലേറ്റിൻ്റെ രുചി കാരണം ഈ ഫ്രൂട്ട്സിൻ്റെ രുചി അറിയാതെ പോകും. അപ്പോൾ കൂടുതൽ നല്ലത് വാനില ഐസ്ക്രീം ആയിരിക്കും. ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടി സ്ട്രോബെറി എടുത്തെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക. ഗ്രേപ്സ്, പോമഗ്രാനേറ്റ് പോലെയുള്ള ഫ്രൂട്ട്സൊക്കെ ചേർക്കാം. ഇപ്പം നമ്മുടെ വീട്ടിൽ കുറച്ച് പഴമൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി നമുക്ക് തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു ഹെൽത്ത് ഡ്രിങ്കാണിത്. ഫ്രൂട്ട് സലാഡായോ അല്ലെങ്കിൽ സ്മൂത്തിയായോ നമുക്ക് അതിന് ഇഷ്ടമുള്ള പേരിട്ട് വിളിക്കാനായിട്ട് പറ്റും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആൽമണ്ടോ പിസ്തയോ പീനട്ടോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് ചേർക്കാൻ പറ്റും. ഫ്രൂട്ട്സിൻ്റെ നമുക്ക് എമൗണ്ട് കൂട്ടാൻ പറ്റും. അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാനായിട്ട് പറ്റും. ഞങ്ങൾ ഇപ്പോൾ ഡേറ്റ്സൊക്കെ ആണെങ്കിൽ നമുക്ക് 1/2 കിലോ 1 കിലോ ഒക്കെ തൂക്കി വാങ്ങിക്കാൻ, നട്ട്സ് ആണെങ്കിലും പറ്റും. പിന്നെ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാം. ഞങ്ങൾ വെളിയിൽ പോയി സ്മൂത്തിയൊക്കെ ഈ വെയിലത്ത് കുടിച്ചതിന് ശേഷമാണ് നമുക്ക് തോന്നിയത്, എന്നാൽ പിന്നെ വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കുടിക്കാമല്ലോ എന്ന് തോന്നി അങ്ങനെ ഒരു ബുദ്ധിക്കനുസരിച്ച് ചെയ്തതാണ് ഇത്. നിങ്ങൾ തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.